നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കന്നിരാശിയുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. ഗ്രഹനിലയിലേക്ക് കടക്കാം. ഗുരു കന്നിരാശിയുടെ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 14 ഗുരു 10ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറും. ശനി 6ാം ഭാവമായ കുംഭത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ച് 29 ശനി 7ാം ഭാവമായ മീനത്തിലേക്ക് സഞ്ചരിക്കും. രാഹു കന്നിയുടെ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, കേതു ജന്മത്തിൽ. ഗുരു 2025 മെയ് 14 വരെ ഭാഗ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാവമായ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 9ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു ഗ്രഹഭാഗ്യവും പുത്രസുഖവും ധനവരവും നല്ല ആഹാരങ്ങളും ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നു. കുടുംബസുഖവും കർമ്മരംഗത്തെ ഉയർച്ചയും നൽകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ലബ്ധിയും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹഭാഗ്യവും നൽകും. ദമ്പതികൾക്ക് മെയ് 14 വരെ സമയം വളരെ മെച്ചമാണ്. 2025 മെയ് 14 ഗുരു കർമ്മഭാവമായ 10ാം ഭാവത്തിലേക്ക് രാശി മാറും. കർമ്മം, ജീവനം, കൃഷി, വ്യാപാരങ്ങൾ, ആജ്ഞകൾ, ഭൂഷണ വസ്തുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് കർമ്മഭാവം. ഗുരുവിന് 10ാം ഭാവം പ്രതികൂല ഭാവമാണ്. തൊഴിൽ സ്ഥലത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കാൻ ഇടവരരുത്. സ്ഥാനഭ്രംശമുണ്ടാകും. അധികാരികളിൽ നിന്നും അപ്രീതി അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. 10ലെ ഗുരു കുടുംബം വിട്ടു നിൽക്കാനുള്ള യോഗം കാണിക്കുന്നു. ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. ഈ സമയത്ത് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്നാൽ സാമ്പത്തികത്തിന് വലിയ കുഴപ്പമില്ല. സന്താന ദുരിതം, വസ്തുനാശം, ഭയം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം. കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം 2025 ഇവർക്ക് കൂടുതലായിരിക്കും ലഭിക്കുക. സെപ്റ്റംബർ അവസാനം വരെ സാമ്പത്തിക നില വളരെ മെച്ചമായിരിക്കും. അടുത്തതായി ശനി. ശനി കന്നിരാശിക്കാരുടെ 6ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവം ശത്രുക്കൾ, കള്ളന്മാർ, ആധി, വ്യാധി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. എന്നാൽ 6ാം ഭാവം ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാവമാണ്. 6ലെ ശനി കുടുംബസൗഖ്യവും ധനധാന്യ സമൃദ്ധിയും ശത്രുവിജയവും ഗ്രഹഭാഗ്യവുമാണ് നൽകുന്നത്. 2025 മാർച്ച് 29 വരെ ശനി ഇത് നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ 2025 മാർച്ച് 29 ശനി കളത്രഭാവമായ 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ദാമ്പത്യബന്ധം, വ്യാപാരം, ഇടപാടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 7ാം ഭാവം. ശനി 7ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹാനി വരുന്നു. കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ഉണ്ടാകുന്നു. മനോദുഃഖവും പരദേശവാസം, പത്നിക്ക് ക്ലേശം, അനാവശ്യ യാത്ര, ഭയം എന്നിവയെല്ലാം ഉടലെടുക്കുന്നു. കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ കണ്ടകശനി എന്ന് പറയുന്നു. 2.5 വർഷം ശനി 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. 7ലെ ശനി പങ്കാളിക്ക് അസുഖങ്ങളും പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അവസരവും സൃഷ്ടിക്കും. കാലിൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ചുപയോഗിക്കണം. അടുത്തതായി രാഹു. രാഹു 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കളത്രഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ദമ്പതികൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കും. കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകാതെ സൂക്ഷിക്കണം. 2 പേരിലും സംശയങ്ങൾ ഉടലെടുക്കും. സ്നേഹത്തിന് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കാൻ അനുവദിക്കരുത്. എന്നാൽ 2025 മെയ് 18 ശേഷം രാഹു 6ാം ഭാവത്തിലേക്ക് രാശി മാറും. 6ാം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ്. ധനവരവ് കൂടും. സുഖം അനുഭവിക്കും. ശത്രുക്കൾ ഇല്ലാതാകും. ആധിയും വ്യാധിയും അകന്നുപോകും. അടുത്തതായി കേതു. കേതു ജന്മത്തിലാണ് മെയ് 18 വരെ സ്ഥിതി ചെയ്യുന്നത്. കേതുവിന് ജന്മം പ്രതികൂല ഭാവമാണ്. നഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാവമാണ് ജന്മരാശി.
പലതരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. ധനനഷ്ടവും ഉണ്ടാകും. എന്നാൽ 2025 മെയ് 18 ശേഷം കേതു കന്നി രാശിയുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. 12ാം ഭാവം അപ്രതീക്ഷിതമായ ധനച്ചിലവുകളും തടസ്സങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കും. വീഴ്ചകൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ കേതു വർഷം മുഴുവനും നല്ല ഫലങ്ങൾ നൽകുന്നില്ല. 2025 മെയ് 14 ശേഷം ഗുരു പ്രതികൂലനാകുന്നു. 2025 മാർച്ച് 29 ശേഷം ശനിയും പ്രതികൂലനാകുന്നു. രാഹു 2025 മെയ് 18 ശേഷം അനുകൂലത നൽകുന്നു. അങ്ങനെ 2025 ആദ്യ പകുതിയിൽ ഗുരുവും ശനിയും, രണ്ടാം പകുതിയിൽ രാഹുവും അനുകൂലത നൽകുന്നു. കന്നി രാശിക്കാർക്ക് ഗുണവും ദോഷവും തുല്യമായിട്ടാണ് 2025 വർഷം നൽകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി മെയ് 14 ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപ്പായസം നടത്തണം. 2025 മാർച്ച് 29 ശേഷം ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തണം. കേതുവിന് വർഷം മുഴുവൻ ഗണപതി പൂജയും, രാഹുവിന് 2025 മെയ് 18 വരെ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തണം. കന്നി രാശിക്കാർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.